കുമ്പാവട്ടി വാട്ടർഫോൾസിൻ്റെ കവാടം ലോക്കാണ്, കയറ്റി വിടില്ല. നമ്മൾ ഇത്ര കൂടി കഷ്ടപ്പെട്ടത് നമ്മൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അച്ചൻകോവിൽ അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിക്കാം. അച്ചൻകോവിൽ ചെന്നിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ മഴയാകുമ്പോൾ ഒരു ടൈമിൽ വരാം. ഇപ്പോൾ അതേ നടക്കൂ. ഇതേ കാണിക്കാൻ പറ്റുമോ? ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടി തിരിക്കുക. നേരെ ഇനി തിരിച്ചിനി അച്ചൻകോവിൽ പോകണം. ദിക്കാണെന്നാണ് അച്ചൻകോവിൽ കുമ്പാവട്ടി വാട്ടർഫോൾസ്. ഓക്കെ, അതിലെ അവിടെയാണ് ഗേറ്റ്. അതിലേ കയറി അങ്ങ് അകത്ത് പോകണം. പക്ഷെ എന്ത് ചെയ്യാനാ, ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് അവിടെ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആഗ്രഹം, പക്ഷേ കാണാൻ പറ്റില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ അച്ചൻകോവിൽ വന്നതെന്ന് വെച്ചാൽ നമുക്കിത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, വാട്ടർഫോൾസ്. പക്ഷെ മണ്ടത്തരം പറ്റും. ഇപ്പോൾ ഈ കാലാവസ്ഥ നമ്മുടെയിലും കുഴപ്പമുണ്ട്, എല്ലാം നോക്കിയൊക്കെ അറിയണമായിരുന്നു. മിസ്റ്റേക്ക് പറ്റി, വെള്ളം കുറവാണ്, ക്ലോസ്ഡാണ് ഇവിടെ. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇവിടെ തിരിച്ചു നേരം അച്ചൻകോവിൽ പോവുക. അച്ചൻകോവിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. 2 മണി കഴിഞ്ഞു, 2:21 ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അവിടെ അച്ചൻകോവിലൊരു അമ്പലമൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കാടിന് നടുക്കാണെങ്കിലും കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുക, നേരെ തിരിച്ച് വീട്ടിൽ പോവാം. ഓക്കെ, ഫൈനലി നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിലെത്തി. ഇതാണ് അച്ചൻകോവിൽ ശ്രീ കറുപ്പസ്വാമി കോയിൽ. ഓക്കെ, ഇതിനകത്ത് കയറാൻ പറ്റില്ല, അതിന് 6 മണിക്ക് എന്തേ ഉള്ളൂ. ഇവിടെ രാവിലെയൊക്കെ പക്ക വൈബായിരിക്കും കേട്ടോ. ഇവിടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് രക്ഷയിലൂടെ. പിന്നെ ഇത് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പാണ്. നമുക്ക് ഈ ട്രാവൽ ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരു ദിവസം തങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കാതെ ഇവിടെ സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്ത് വാഷ്റൂമും കാര്യങ്ങളൊക്കെ അമ്പലത്തിനുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നടുക്കുള്ളൊരു ജംഗ്ഷനാണിത്. ഒരു ടൗണാണ്, ചെറിയൊരു അങ്ങാടിയാണ് ഈ പറയുന്ന അച്ചൻകോവിൽ. ഇവിടെ കുറേ വീടുകളുണ്ട്. പിന്നെ ഞാനിവിടെ കണ്ടത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ തമിഴ് ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും ഞാൻ കണ്ടത്. വണ്ടികളും ബൈക്ക് 2 വീലറായാലും എല്ലാം തമിഴ്നാട് രജിസ്ട്രേഷനാണ്. പിന്നെ ഇതിലെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണെന്ന് തോന്നുന്നു വീടുകളിലേക്കൊക്കെ പോകാനുള്ള. അറിയില്ല. അല്ലാട്ടോ, അമ്പലത്തിൻ്റെ സെറ്റപ്പ് തന്നെ അത്. അവിടെ ടോയ്ലറ്റിൻ്റെ ഒരു ബോർഡൊക്കെ ഇരിക്കുന്നത്. അമ്പലത്തിൻ്റെ ആ ഒരു റൗണ്ട് കറങ്ങാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നത്. പിന്നെ അകത്ത് കയറാൻ പറ്റില്ല. അമ്പലത്തിന് ഉൾവശം ഇതാണ്. അതിന് വൈകിട്ട് 6 മണിക്ക് എന്തോ തുറക്കുള്ളൂ. രാവിലെ 9 മണി 8 മണി വരെ എന്തോ ഉള്ളൂ. അങ്ങനെയാണ് ഒരു പുള്ളിക്കാരൻ പറഞ്ഞത്. ഫുഡ് കഴിച്ചു. സാമ്പാർ, മോര്, രസം, തോരൻ, പിന്നെ സലാഡ്, തീയൽ, അച്ചാർ, ഇത്ര സാധനം ഉണ്ടായിരുന്നു. 80 രൂപ. നമ്മൾ സ്പെഷ്യലൊന്നും വാങ്ങിയില്ല. ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്തൂടെ വരാം, അമ്പലത്തിന് അപ്പുറത്തൂടെ വരാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ അച്ചൻകോവിൽ നമുക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വരണമെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. നമ്മൾ അന്ന് വന്നപ്പോൾ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർഫോൾസിനോടൊക്കെ നല്ല തിരക്കും സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ടൈമിൽ വന്നുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന പോലുള്ള തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാട് കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണങ്ങി വേനലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കിടക്കുകയാണ്.
പിന്നെ നല്ല ചൂടുമുണ്ട്. ഇതുണ്ടോ, ക്ഷേത്ര കോമ്പൗണ്ടിൽ ലോട്ടറി കച്ചവടം വിശാടനം മറ്റ് അധികൃത കച്ചവടം എന്ന് കസ്റ്റമർ നിരോധിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്തില്ല, ഓരോ സൈഡിൽ റോഡിന് സൈഡിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കുപ്പികൾ, മിനറൽ വാട്ടറും പിന്നെ മദ്യം, പിന്നെ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്, ഇതൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ ഏരിയയിലുള്ളവർ ആണോ എന്തോ, പുറത്തുനിന്ന് പറയണോ അത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ആരായാലും നന്നായിട്ട് നശിപ്പിച്ചിട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ തൊഴി കറങ്ങി വരാനുള്ള സെറ്റപ്പൊക്കെ തന്നെ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ നല്ല മഴയുള്ളപ്പോൾ വരണം. പിന്നെ ഒരു ദിവസം പറ്റുവാണെങ്കിൽ നൈറ്റ് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണം, എങ്കിലും ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്തൊക്കെ കയറണം, അമ്പലത്തിനകത്തൊക്കെ കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. ഇതെന്തോ ഒരു സംഭവമാണ്, രഥത്തിൻ്റെയോ എന്തോ സംഭവം. അതോ എനിക്ക് തോന്നുന്നു നമ്മൾ ഉത്സവത്തിൻ്റെ എന്തെങ്കിലും സെറ്റപ്പാണോ അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമില്ല, നല്ല ടൈമായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വിടാം, അല്ല വേറെ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ തിരുമല കോവിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനും എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന ടൈം മഴയുള്ള സമയത്ത് വരണം, വെള്ളമുള്ള സമയത്ത് വരണം, എങ്കിലേ കുമ്പവാട്ടി വാട്ടർഫോൾസൊക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. പക്ഷേ അത് ആ ടൈമിൽ വന്നാൽ അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റൂ. ചെയ്യാൻ പറ്റുന്നത് തിരിച്ച് പോവുക എന്നുള്ള വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ചെറിയ അരുവികളൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ. നമ്മൾ ഈ വരുന്ന റൂട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമല്ല, ഇറങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ഇറങ്ങാം, അവിടെ ചെറുതാണ്, റോഡ് സൈഡിലൊക്കെ തന്നെയാണ്, പക്ഷേ അത്ര സേഫ് സോൺ അല്ലത്. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതാണ് പ്രശ്നം. നമുക്കൊരു മയിൽ കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ മയിൽ. 1 2 3 4 5 ഇവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പീലി ഒന്നും വിടർത്തുന്നില്ലെന്ന്, വിടർത്തിയാണെങ്കിൽ മയിലെങ്കിൽ മയിൽ. അച്ചൻകോവിൽ വരെ വന്നതിനൊരു വാവ്, ഇത് പറക്കുമല്ലേ നന്നായിട്ട്. അങ്ങ് പോയി, പീലി വിടർത്തത്തില്ല. എവിടെ ഒരു കാറ് വന്നു, അവർ ഇതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവന്മാരെ പീലി ഒന്ന് വിടർത്തിയായിരുന്നെങ്കിൽ. ഇവന്മാരല്ലല്ലോ ഇവളുമാർ, പെൺമയിലല്ലേ പീലിയുള്ള. 6 നിൽപ്പുണ്ടായിരുന്നു ഇവിടെ ഗൈസ്. അങ്ങനെ കാട്ടിയ തിരക്കൊന്നും നമുക്ക് കിട്ടിയത് മയിലിനെയാണ്, പീകോക്ക്. പോയി എല്ലാവരോടും ഇവിടെ നിന്ന് ഒരു 5-6 ഉണ്ടായിരുന്നു മയിൽ. ഇവിടെ നിന്ന് എല്ലാം കൂടി നമ്മൾ വന്നാണ്ടവൻ പോയി. ഇവർ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചിരിക്കുക കേട്ടോ. ഈ ആശാൻ ഒന്ന് വിടർത്തിയായിരുന്നെങ്കിൽ മയിൽപ്പീലി. ഇങ്ങനെ കാണാൻ തന്നെ എന്ത് രസം, അടിപൊളി. അവിടെയൊക്കെ കരയുന്നു, ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ, 1 2 അല്ല, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവർ തന്നെ 1 2 3 4 പേരുണ്ട്, അതിൻ്റെ പുറയിലും ആളുണ്ട് കേട്ടോ. ഒരാളുണ്ട്. അവനിങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് ഗൈസ്. പതിയെ സംസാരിക്കാൻ പറ്റും കേട്ടോ, ബഹളം വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ
ഇപ്പോൾ പോകും ഇവർ. നമ്മളെ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഉള്ളിലോട്ട് പോയി. അങ്ങനെ മയിലിനെ കണ്ടു, കുരങ്ങിനെ കണ്ടു. ഇത് രണ്ടേ കണ്ടുള്ളൂ. എന്ത് ചെയ്യാനാ, കാട്ടി തേടിപ്പോയി നമുക്ക് കിട്ടിയ പീക്കോക്കിനാണ് ഗൈസ്. ഓക്കെ, ഇനി മുന്നോട്ട് പോകാൻ ടൈമില്ല. ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് നമ്മുടെ റീലിനകത്തൊക്കെ ഇപ്പോൾ ഈ കാട്ടാനകൾ അച്ചൻകോൽ കൂട്ടത്തോടെ ഇറങ്ങി വരുന്നൊരു സീനുണ്ടായിരുന്നല്ലോ. ഇതാണ് ആ സ്പോട്ട്. ഇതിലെ വന്ന് ഇവിടെയാണ്, ഇതിലെ താപ്പോട്ടാണ് പോയത് അവർ. അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ആനയെ കാണാനൊന്നും പറ്റില്ല, ജസ്റ്റ് ആ സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ. പിന്നെ എന്താ പറയാനാ, നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തുള്ളൂ, പോകാൻ പറ്റില്ല. ടൈം ഇപ്പോൾ ഒരുപാടായി, സമയം 3 മണി കഴിയും. ഇതിനിടയ്ക്ക് സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ മഴയായിരുന്നു. അപ്പം മഴയാണെങ്കിൽ പണി പാളും. അതുകൊണ്ട് പോയേക്കാം. ഗൈസ്, വീണ്ടും മയിൽ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് തരികയാണ്. 2 മയിൽ. ഇവിടെത്ര മോനെ പീലി ഇവിടെത്ര. കാറുകാർ 2 പേരും അവിടെ നിൽപ്പുണ്ട്, പക്ഷെ അവർ നിർത്തിയിട്ടേക്ക്. ഇത് കിടക്കുന്നുണ്ടായിരിക്കും, സൈഡ് ഒതുക്കി. ഇവിടെത്ര പീലി. ഉമ്മാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോകും കേട്ടോ. പീലി വിടർത്തു ഗൈസ്. എന്ത് രസമാണ് നോക്കിയാണ്. കാറ് വരുന്നു, മിക്കവാറും ഇത് പോകാൻ ചാൻസ് ഉണ്ട്. പോയി, 2 പേരും കയറിപ്പോയി. ഇമാർ പീലിയൊന്നും വിടർന്നില്ല. പുള്ളിക്കാരെ അവിടെ നോക്കുന്നുണ്ടേ. പുള്ളിക്കാരി റോഡിലോട്ട് വരാനായിരിക്കും, പക്ഷേ നേരത്തെ ആ ഒരു കാർ വന്നുണ്ട്, അത് കയറിപ്പോയത്. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. മിക്കവാറും മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നൈസായിട്ട് മഴക്കോളുണ്ട്. ചിലപ്പോൾ മഴ പെയ്തേക്കാം. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനതാണ് നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. നല്ല വൈകിട്ട് മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അപ്പോൾ ഒക്കെ വിട്ടേക്കുക. ഗൈസ്, നമുക്ക് വേറെ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മലയണ്ണൻ. ക്ലിയർ ആവില്ല, എനിക്കറിയില്ല. കണ്ടോ, എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ മലയണ്ണാനാണത്. ആശ നോക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. ഏതാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നല്ല കേട്ടോ, 2 എണ്ണം ഉണ്ട്. ദേ അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഒരെണ്ണം. ഒരെണ്ണം നീണ്ട് അവിടെ ഉണ്ട്. ഈ 2 പേരുണ്ട്, പക്ഷേ ഈ ആശാനൊന്നും ചലിക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ മലയണ്ണാനെ സ്പോട്ട് ചെയ്യുമ്പോഴേ വേറെ ആരെങ്കിലും നമ്മളെ സ്പോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. കാടായോണ്ട് ഗൈസ്. അപ്പോൾ അധികം നേരം ഇതിനെ സ്പോട്ട് ചെയ്യേണ്ട ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അപ്പം നമുക്ക് പോവാം. ടാറ്റാ, പോവാം. നീ ഇവിടെ ഇരുന്നോ. റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? ഇനി നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് പാത കിടക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ അലിമുക്കിലെത്തി. നമ്മൾ നേരെ പത്തനാപുരം റൂട്ടാണ് പോകുന്നത്. പത്തനാപുരം റൂട്ടിൽ നമുക്ക് അവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇടയിൽ നമ്മൾ ചായ കുടിക്കും. ഈ പെട്രോൾ അടിക്കണം മെയിനായിട്ട്. പെട്രോൾ അടിച്ചില്ല, പെട്രോൾ അടിക്കാതെ നീ വീട്ടിൽ പോകാൻ പറ്റും. ഇവിടുന്ന് ലെഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് കയറി പോവാം. പക്ഷെ പെട്രോൾ അടിച്ചിട്ടാണ് പ്രശ്നം. ഇത് സംഭവം പിറവന്തൂർന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷെ അവിടുന്ന് ലെഫ്റ്റ് നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷെ പെട്രോൾ അടിക്കാത്തതുകൊണ്ട് പറ്റില്ല. വേറെ എവിടെയെങ്കിലും പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടിക്കണം. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് നല്ല നേരെ കടുവാത്തോട്, അവിടെ നിന്ന് നേരെ ഏനാത്ത് നേരെ കടമ്പനാട്